പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ അയവില്ലാതെ തുടരുന്നു. ഇപ്പോഴുള്ള സാഹചര്യം കേരളത്തെയും കാര്യമായി ബാധിക്കുകയാണ്. കാരണം ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നതിൽ വലിയൊരു ശതമാനവും മലയാളികളാണ്. പ്രത്യേകിച്ച് പ്രവാസികളുടെ പണത്തെ വലിയ രീതിയിൽ ആശ്രയിക്കുന്ന സംസ്ഥാനവും കേരളമാണ്. പ്രതിസന്ധി രൂക്ഷമായാൽ പ്രവാസി നിക്ഷേപത്തിൽ വലിയ ഇടിവുണ്ടാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ്. അയവില്ലാതെ ഓരോ ദിവസവും യുദ്ധ അന്തരീക്ഷം മാറിമറയുന്ന കാഴ്ചയും ഞെട്ടിക്കുന്നു. ഇത് ലോകരാജ്യങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത്, ഇന്ത്യയെയും കേരളത്തെയും ഒരുപോലെ ബാധിക്കുന്ന കാര്യമാണ്. കാരണം ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ ഇന്ത്യയിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നത്. പ്രവാസികളിൽ ഭൂരിഭാഗവും മലയാളികളുമുണ്ട്. അതെ, UAE, സൗദി അറേബ്യ, ഒമാൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിൽ ഏകദേശം 91 ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് നിലവിൽ ജോലി ചെയ്തു വരുന്നത്. ഇതിൽ വലിയൊരു ശതമാനവും മലയാളികളാണ് എന്നതാണ് മറ്റൊരു കാര്യം. മേഖലയിലെ ഇപ്പോഴത്തെ യുദ്ധാന്തരീക്ഷം ശരിക്കും ടൂറിസം, വ്യോമയാനം, നിർമ്മാണം, ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ സകല മേഖലകളിലും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു. നിരവധി കമ്പനികളാണ് പുതിയ നിയമനങ്ങൾ നിർത്തിവെച്ചത്. പലരും കമ്പനികൾ തന്നെ നിർത്തിയ അവസ്ഥയുമുണ്ട്. ഇതിനു പുറമെ ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കുന്ന പദ്ധതിയും വിവിധ കമ്പനികൾ നടപ്പിലാക്കുകയാണ്. പലർക്കും മാസങ്ങളായി ശമ്പളം പോലും ലഭിക്കുന്നില്ല. ചിലർക്ക് പകുതി ശമ്പളം മാത്രമാണ് ഇവിടെ ലഭിക്കുന്നത്. ഇങ്ങനെ നിരവധി പരാതികളാണ് പശ്ചിമേഷ്യയിൽ നിന്നും ഉയരുന്നത്. അതിനാൽ സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത നിരവധി പേർ ഇതിനോടകം തന്നെ നാട്ടിലേക്ക് മടങ്ങിയ കാഴ്ചയും ഇന്ന് ഞെട്ടിക്കുന്നു. അതെ, ഇത് കേരളത്തെ വലിയ തോതിൽ ബാധിക്കും. കാരണം പ്രവാസികളുടെ പണത്തെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് കേരളമാണ്. അതിനാൽ പ്രതിസന്ധി നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും വലിയ തിരിച്ചടി സൃഷ്ടിക്കും. ഇന്ത്യയിലേക്ക് വരുന്ന ആകെ പ്രവാസി പണത്തിന്റെ 20% വരുന്നത് കേരളത്തിലേക്കാണ്. ഇത്തരത്തിൽ പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി രൂക്ഷമാകുകയോ അല്ലെങ്കിൽ കൂടുതൽ കാലം നീണ്ടു നിൽക്കുകയോ ചെയ്താൽ അത് പ്രവാസി നിക്ഷേപത്തിനും വലിയ വെല്ലുവിളി സൃഷ്ടിക്കും. ഇത് സാമ്പത്തിക വിദഗ്ധർക്ക് പോലും ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ്. ശമ്പളം വെട്ടിക്കുറച്ചതും ജോലി നഷ്ടപ്പെട്ടതും കാരണം പലർക്കും കൃത്യമായി നാട്ടിലേക്ക് പണമയക്കാൻ പോലും കഴിയുന്നില്ല. അത് സാധാരണ കുടുംബങ്ങളെ, ദൈനംദിന ജീവിതത്തെയും പ്രതികൂലമായി ബാധിച്ചു തുടങ്ങി. അതേസമയം യുദ്ധഭീതിയുടെ പശ്ചാത്തലത്തിൽ പ്രവാസികൾ തങ്ങളുടെ സമ്പാദ്യം സുരക്ഷിതമാക്കാൻ കൂടുതൽ പണം നാട്ടിലേക്ക് അയക്കുന്ന പ്രവണത അടുത്തിടെ കണ്ടിരുന്നു. എന്നാൽ മുൻകരുതൽ എന്ന നിലയിലുള്ള പണമൊഴുക്ക് താൽക്കാലികമായി സാമ്പത്തിക ഉണർവ് നൽകുന്നുണ്ടെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇതൊരു പരിഹാരമല്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. അതായത് പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ എത്രനാൾ നീണ്ടു നിൽക്കുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇനിയുള്ള പ്രവാസികളുടെയും കേരളത്തിലെ ഓരോ കുടുംബത്തിന്റെയും യഥാർത്ഥ ഭാവി നിർണ്ണയിക്കാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.